ഹായ്. അതെ, എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ക്രാഫ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന പരിപാടി, അതുപോലെ ചിത്രം വരയ്ക്കുന്ന പരിപാടിയൊക്കെ കുറേ വർഷങ്ങളായി ചെയ്തിട്ട്. അപ്പോൾ കയ്യിന് വഴങ്ങുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ക്രാഫ്റ്റ് അല്ല ചെയ്യണത്, ഞാൻ എൻ്റെ തന്നെ ഒരു ചിത്രം വരയ്ക്കാൻ ട്രൈ ചെയ്യാം. എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയില്ല, നിങ്ങൾ കണ്ടിട്ട് വിവരം പറയണം. ഓക്കെ, അപ്പോൾ തുടങ്ങട്ടെ കേട്ടോ. ഈ ചിത്രമാണ് വരയ്ക്കാൻ പോണത് കേട്ടോ. ഇത് ആദ്യം വരയ്ക്കാതിരുന്നപ്പോൾ ഒട്ടും മാച്ച് ഉണ്ടായിരുന്നേ ഇല്ല. പിന്നെ ഒരുപാട് വർഷമായി ഈ ചിത്രം വരയ്ക്കണ പണിയൊക്കെ നിർത്തി വെച്ചിട്ട്. പിന്നെ ആദ്യം വരച്ചത് കണ്ടില്ലേ, ഈ പരുവായിരുന്നു. ഒരു രൂപരേഖ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മാറ്റിയിട്ട് വേറെ വരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിയായത്. രണ്ടാമത്തെ അറ്റംപ്റ്റ് ഓക്കെ ആയി. പിന്നെ ഞാനിങ്ങനെ ചിത്രം വരയ്ക്കുന്നുള്ളതൊന്നും ആർക്കും അറിയണ്ടായിരുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനൊരു ദിവസം സ്കൂളിൽ 10th പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹിന്ദി ടീച്ചർക്ക് ഞാനൊരു ചിത്രം വരച്ചിട്ട് കൊടുത്തു. അപ്പോൾ ടീച്ചർ അത് കൊണ്ടുപോയി എന്നിട്ട് ഓഫീസ് റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ടീച്ചേഴ്സിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് എന്ന്. അപ്പോഴേക്കും യൂത്ത് ഫെസ്റ്റിവലിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സ്കൂൾ മാഗസിൻ തയ്യാറാക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിലുള്ള ചിത്രങ്ങളൊക്കെ കുറച്ചൊക്കെ എന്നെ കൊണ്ട് വരപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനങ്ങനെ വേറെ പരിപാടികളിലൊന്നും പങ്കെടുക്കാനോ അങ്ങനത്തെ ഇതിനൊന്നും പോയിട്ടുമില്ല. പിന്നെ ആ കല അങ്ങനെ നശിച്ചു. പിന്നെ ഞാനൊരു ദിവസം കോട്ടപ്പടി, ഞങ്ങൾ ആദ്യത്തെ വീടുണ്ടായിരുന്ന സമയത്ത് അവിടെ ഞാൻ ഡോറും ഒരു ചിത്രം വരച്ച് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ എന്നോട് മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിക്കണമെന്നൊക്കെ വിചാരിച്ച സമയത്ത് പിന്നെ എനിക്ക് സുഖമില്ലാതായി. പിന്നെ കയ്യിന് വിറയലൊക്കെ വന്നിട്ട് പിന്നെ നിർത്തി. പിന്നെയും ചെറുതായിട്ടൊന്ന് ഇവിടെ വന്നിട്ടും, ഇവിടെ ഞങ്ങൾ ബ്രഹ്മകുളത്തേക്ക് വന്നിട്ടും ചെറിയതായിട്ടൊന്ന് ചുമരിൽ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും ആ പരിപാടി നിർത്തി. പിന്നെ ഇപ്പോഴാണ് ഞാൻ പെൻസിലെടുക്കുന്നത് തന്നെ. മക്കൾക്ക് പോലും ഞാൻ വരച്ചു കൊടുക്കാറില്ല, കാരണം അവരും അവരുടെ ഇഷ്ടത്തിന് അവർ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഈ രൂപമൊക്കെ ആയിട്ടുണ്ട്. മുടി അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. മുഖം വലിയ സാമ്യമൊന്നുമില്ല, എന്നാലും വേറെ ഏത് മുഖമായാലും ഒരു വൃത്തിയുണ്ടെന്ന് പറയാം. ആ പരിപാടി. അപ്പോൾ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ ആളോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഇങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഇത് കാണാനെങ്കിലും പറ്റിയല്ലോ, അതിനൊരു നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണല്ലോ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, ബൈ.